അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രി. ഈ റമദാനിന്റെ അവസാനത്തെ 10-ൽ നാം പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ പുരുഷായുസ് മുഴുവൻ പ്രവർത്തിച്ചാൽ കിട്ടുന്ന അത്ര പ്രതിഫലമുള്ള ഒരു രാത്രി. അതിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ ഒരു പ്രവർത്തന കാലയളവിനെ കുറിച്ചല്ല, മറിച്ച് ആ രാത്രിയുടെ സവിശേഷത 1000 മാസങ്ങളെക്കാൾ അതിന്റെ സവിശേഷതയുണ്ട് എന്നതാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും നാം ഒരു സൽക്കർമ്മം ആ ദിവസത്തിൽ പ്രവർത്തിക്കുകയും അത് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്താൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷായുസ് നമ്മൾ പ്രവർത്തിക്കുന്നതിന് അത്ര തുല്യമായിട്ടുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രാത്രി ഏതാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവില്ല. പക്ഷേ അവസാനത്തെ 10-ൽ അതിനെ പ്രതീക്ഷിക്കുക എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, അത് നമ്മൾ നെഞ്ചേറ്റിക്കൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനിഷ്ടപ്പെടുന്ന, അവന് സ്വീകാര്യമാകുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കാം. പ്രത്യേകിച്ച് റമദാനിന്റെ രാത്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികൾ, ഏറ്റവും ശ്രേഷ്ഠമായ രാത്രികൾ റമദാനിന്റെ രാത്രികളാണ്, അവസാനത്തെ 10-ലെ രാത്രികളാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ ദുൽഹജ്ജ് ആദ്യത്തെ 10-ലെ പകലുകളാണ് എന്നും പറയപ്പെടാറുണ്ട്. അപ്പോ ഈ ദിവസത്തിന്റെ അല്ലെങ്കിൽ ഈ റമദാനിന്റെ അവസാനത്തെ രാത്രികളെ സ്വീകരിക്കപ്പെടുന്ന നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അത് ഖുർആൻ പാരായണമാകാം, രാത്രി നമസ്കാരമാകാം, ദാനധർമ്മങ്ങളാകാം, അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ പാപമോചനത്തിനുള്ള അർത്ഥനയാകാം, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥമറിഞ്ഞുള്ള അതിന്റെ ആശയം മനസ്സിലാക്കാനുള്ള നമ്മുടെ പരിശ്രമമാകാം. ഏതു തരത്തിലുള്ള നന്മകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വീകരിക്കപ്പെടുന്ന എല്ലാ നന്മകൾക്കും ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ആ ഒരു രാത്രി, അത് വളരെ സുപ്രധാനമായ രാത്രിയാണ്. അത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്ത, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമായിട്ടുള്ള സംഗതികളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.